ഫൈനലി യു എയിലൊക്കെ വന്ന് ഇതാ നാട്ടിലേക്ക് പോകാനുള്ള സമയമായി കേട്ടോ. ആക്ച്വലി ഞാൻ 1 മന്തിനാണ് വന്നത്. പക്ഷെ 1 മന്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് എന്തായാലും ഇല്ല. അൺസൈക്കബിൾ ചൂടാണ്. അവിടെയുള്ള ആൾക്കാരെ സമ്മതിച്ച് നമ്മൾ ഈ പ്രവാസികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഓരോ സിറ്റുവേഷൻ ഉണ്ടല്ലോ, നേരിട്ട് പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അവിടുത്തെ അവസ്ഥകൾ നമുക്ക് അവിടെ നിന്നാലേ മനസ്സിലാവുള്ളൂ. സോ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. സോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് അബുദാബി എയർപോർട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പള്ളിയും കൂടി മിസ്സാക്കണ്ടെന്ന് കരുതി അതും കൂടിയും കണ്ടിട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു പള്ളിയും അതേപോലെ തന്നെ ഈ എയർപോർട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. രാത്രി 11 മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാൻ കരുതി ഇപ്പൊ എടുക്കുമെന്ന് കരുതി. പക്ഷെ എവിടെ 2 മണിക്കൂറാണ് ഡിലേ വന്നത്. എയർ ഇന്ത്യ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ കാര്യം. മാത്രമല്ല എനിക്കൊരു വിശ്വാസം ഉണ്ടെന്നല്ല ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുന്നുള്ളത്. ഒരുപാട് നേരം ഞാൻ ദുആ ചെയ്തൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതെങ്ങനെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആകെ ഒരുമാതിരി അവസ്ഥയാവും. ടിക്കറ്റിന് വല്ല റേറ്റ് കുറവുണ്ടാകാത്തൊരു ബേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അതിൻ്റെ ഉള്ളിൽ. വിശന്നപ്പോൾ ഒരു കപ്പ് നൂഡിൽസ് വാങ്ങിച്ച് അതും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്കൊടുവിൽ കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. വന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. റിതു എല്ലാവരും കൂട്ടുകാർ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ലിമിറ്റേഷനിലുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലമൊന്നും കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ ചോക്ലേറ്റ്സ് ഒന്നും ഞാൻ അധികം കൂടുന്നില്ല. പണ്ടത്തൊന്നും പോലല്ലോ. അപ്പൊ നാട്ടിലും എല്ലാ സാധനങ്ങളും അവിടത്തൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. സോ ഒരു ചെറിയൊരു പെട്ടി കെട്ടണം എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ കജൂർ ചോക്ലേറ്റ്സിനാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ബഡ്ജറ്റ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ പെട്ടി സെറ്റാക്കി തരും. ഞാനിത് ആക്ച്വലി കോഴിക്കോട് എയർപോർട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള കജൂർ ഷോപ്പിൽ വിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ അവരോട് എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞു കഴിഞ്ഞാലും അതും അവർ എത്തിച്ചേരും. കോഴിക്കോട് മാത്രമല്ല ഈ ടീം ഉള്ളത്. മലപ്പുറത്തും വേങ്ങരയും കാലിക്കറ്റും കൊച്ചിയും കാസർഗോഡും ചെന്നൈയും ഒക്കെ ഉണ്ട്. വീട്ടിൽ വന്ന വഴിക്ക് തന്നെ കജൂറിന്റെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനാട്ടോ ഞാൻ ഏറെ എക്സൈറ്റ്മെന്റിലേക്ക് നിന്നത്. ബിക്കോസ് ഞാൻ കൊടുന്ന ലഗേജസ് ഒക്കെ ഞാൻ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഇത് പൊട്ടിക്കാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിക്കും ചെയ്ത്. ഈ ബോക്സിന്റെ പാക്കിംഗ് കാണുമ്പോൾ തന്നെ നമ്മൾ ഗൾഫിൽ നിന്നേ കൊണ്ടുവന്ന പെട്ടിയായിട്ടാ തോന്നുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. സോ പാക്കിംഗ് ഉഷാറായിരുന്നു. ആൻഡ് ചോക്ലേറ്റ്സ് അടിപൊളി ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്സ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി നമ്പർ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ.